Hello dear students. So നമ്മുടെ ഇന്ന് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൻ്റെ ലെക്ചർ 3 ആണ്, പ്രോഗ്രാം കോർ ഫോർ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ രണ്ട് ടോപ്പിക്സ് നമ്മൾ നോക്കിയായിരുന്നു. ഏതൊക്കെയായിരുന്നു? നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനും അനാലിസിസ് ഓഫ് ബാർസ് ഓഫ് വേരിയിങ് ക്രോസ് സെക്ഷൻ. ഈ രണ്ട് ടോപ്പിക്ക് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അനാലിസിസ് ഓഫ് കോമ്പോസിറ്റ് സെക്ഷൻ. അതായത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൻ്റെ ഒരു റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആയിരുന്നു എന്ത്? ഡി എൽ ഈസ് ഈക്വൽ ടു പി എൽ ബൈ എ ഇ അല്ലേ? ഞാൻ ആ ഇക്വേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു നമ്മൾ ഇതിനകത്ത് ഈ ഡി എല്ലിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് ഫസ്റ്റ് മൊഡ്യൂളിലെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മുടെ വേരിയിങ് ക്രോസ് സെക്ഷൻ വന്നപ്പോൾ ഏതൊക്കെ മാറി? എല്ലും എയും മാറി. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ വന്നപ്പോൾ എന്ത് മാറി? പി മാറി, റൈറ്റ്. ഇനി നമ്മൾ അനാലിസിസ് ഓഫ് കോമ്പോസിറ്റ് സെക്ഷൻ ഞാൻ പറഞ്ഞു ഓൾറെഡി മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി. അപ്പോൾ ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽ അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് മെറ്റീരിയലിനെ നമ്മൾ ഒരുമിച്ച് ജോയിൻ ചെയ്യുമ്പോൾ അതെന്തൊരു സെക്ഷൻ ആവും? ഒരു കോമ്പോസിറ്റ് സെക്ഷൻ ആവും. അപ്പോൾ ഈ കോമ്പോസിറ്റ് സെക്ഷനിൽ നമ്മളൊരു കോമൺ ലോഡ്, ഇപ്പോൾ ഈ ഫിഗർ കാണിച്ചിരിക്കുന്ന പോലെ ഒക്കെ ഉണ്ടോ, 1ഉം 2ഉം എന്ന് പറയുന്ന രണ്ട് ഡിഫറെൻറ്റ് മെറ്റീരിയൽ ആണ്. ഈ രണ്ട് മെറ്റീരിയലിനും കൂടെ നമ്മളൊരു കോമൺ ലോഡ് മേളിൽ നിന്ന് കൊടുക്കുമ്പോൾ 1നും 2നും സെപ്പറേറ്റ് ആയിട്ട് എന്തുണ്ടാവും? സ്ട്രെസ്സസ് ഉണ്ടാവും. അതായത് സിഗ്മ 1 ഉണ്ടാവും, സിഗ്മ 2 ഉണ്ടാവും. അപ്പോൾ ഈ സിഗ്മ 1ഉം സിഗ്മ 2ഉം നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഇപ്പോൾ സിഗ്മ 1 ആ മെറ്റീരിയലിൻ്റെ ഫ്രാക്ചർ സ്ട്രെസ്സിനെക്കാട്ടി മേളിലാണ് ഇവിടെ ലോഡ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നതെങ്കിൽ അത് ഫെയിൽ ആവില്ലേ? സപ്പോസ് നമ്മൾ രണ്ടുപേര് നിൽക്കുന്നത്, രണ്ടുപേരും പാരലാക്കി വെച്ചിട്ട് വലിയൊരു തടി വെച്ചു. അതിൽ ഒരാൾ തിൻ മനുഷ്യനും ഒരാൾ നല്ല ഹെവി സൈസ്ഡ് ആളും. അപ്പം നമ്മൾ ഒരേ ലോഡ് രണ്ടുപേർക്കും കൂടെ വെച്ച് കഴിഞ്ഞാൽ ആർക്കായിരിക്കും കൂടുതൽ സ്ട്രെസ്? ലോഡ് രണ്ടുപേർക്കും കൂടെയാണ് പോകുന്നത്. സ്ട്രെസ് കൂടുതൽ ആർക്കായിരിക്കും ഫീൽ ചെയ്യുന്നത്? ആ വീക്കർ ആയിട്ടുള്ള ആൾക്ക് സ്ട്രെസ് കൂടുതൽ തോന്നും. സ്ട്രോങ്ങർ ആയിട്ടുള്ള ആൾക്ക് കുറച്ച് സ്ട്രെസ്സേ തോന്നുള്ളൂ. ലോഡ് ഉണ്ടെങ്കിൽ അയാൾക്ക് എന്തുണ്ട്? ഏരിയ കൂടുതലുണ്ട്, സ്ട്രെസ് കുറവായിരിക്കും. മറ്റേ ആൾക്ക് സ്ട്രെസ് കൂടുതൽ തോന്നിയിട്ട് അയാൾ ആദ്യം എന്താവും? ഫെയിൽ ആവും. ഇതാണ് മെറ്റീരിയലിലും കാര്യം. അപ്പം നമുക്ക് ബേസ്ഡ് ഓൺ ഏതാണ്? സിഗ്മ 1ഉം സിഗ്മ 2ഉം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എത്ര മെറ്റീരിയൽ ആ കോമ്പോസിറ്റ് സെക്ഷനിലുണ്ടോ എല്ലാ മെറ്റീരിയലിൻ്റെയും എന്തറിഞ്ഞിരിക്കണം? സിഗ്മ 1ഉം സിഗ്മ 2ഉം ഒക്കെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ക്ലിയർ? അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും? ഒരു പി ലോഡ് രണ്ട് സെക്ഷനായിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു P1 പ്ലസ് P2. അതായത് നമ്മൾ കൊടുക്കുന്ന ലോഡ് ഏതിനൊക്കെ സ്പ്ലിറ്റ് ആയിട്ട് പോവും? 1നും 2നും സ്പ്ലിറ്റ് ആയിട്ട് പോയി P1 പ്ലസ് P2 ആവും. പി ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? സിഗ്മ 1 A1 പ്ലസ് സിഗ്മ 2 A2 എഴുതിക്കൂടെ? പി ഈക്വൽ ടു എന്താണ്? സ്ട്രെസ് ഈസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ. സ്ട്രെസ് ലോഡിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, സ്ട്രെസ് ഇൻറ്റു ഏരിയ എഴുതാം. ഇത് ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ നോണാണ്? ഇവിടെ പി നമുക്കറിയാം, കൊടുക്കുന്ന ലോഡ്. A1 ഇതിൻ്റെ ഏരിയ, A2 അറിയാം, സിഗ്മ 1ഉം സിഗ്മ 2ഉം ആണ് അൺനോൺ. അപ്പോൾ രണ്ട് അൺനോൺസും ഒരൊറ്റ ഇക്വേഷനും അല്ലേ? സിഗ്മ 1ഉം അൺനോൺ, സിഗ്മ 2ഉം അൺനോൺ. സോൾവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം നമുക്ക് എന്ത് വേണം? ഒരു ഇക്വേഷനും കൂടെ വേണം. അത് ബൈ അസംഷൻ നമ്മൾ DL1 ഈക്വൽ ടു DL2 എന്ന് എടുക്കും. അതായത് ലോഡ് രണ്ടിലും ആക്ട് ചെയ്യുന്ന സമയത്ത് ഇതിനുണ്ടാകുന്ന ചേഞ്ച് ഇൻ ലെങ്ത് ഫോർ മെമ്പർ 1ഉം മെമ്പർ 2ഉം നമ്മൾ സെയിം ആയിട്ട് അസ്യൂം ചെയ്യും. ദിസ് ഈസ് ആൻ അസംഷൻ. സോ ദിസ് വിൽ ഗീവ് അവർ സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? P1 L1 ബൈ A1 E1 ഈക്വൽ ടു P2 L2 ബൈ A2 E2. കറക്റ്റ്? എല്ലാം ഒരൊറ്റ ഇക്വേഷൻ. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഇക്വേഷൻ നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മോസ് ഈസ് വെരി ഈസി. P1 by A1 sigma 1 into L1 by E1 equal to sigma 2 into L2 by E2. So ഈ ഇക്വേഷൻ എങ്ങനെയാണ് വന്നത്? P1 by A1 sigma 1, P2 by A2 എന്താണ്? sigma 2. അങ്ങനെ ഞാൻ ജസ്റ്റ് അറേഞ്ച് ചെയ്ത് എഴുതിയതേ ഉള്ളൂ. ഓക്കെ, ഇനി L1ഉം L2 ഇപ്പോൾ ഈ കേസ് പോലെ രണ്ടിനും സെയിം ആണെങ്കിൽ നമുക്ക് അടുത്ത ഇക്വേഷൻ എങ്ങനെ എഴുതാം? sigma 1 by E1 equal to sigma 2 by E2. L1 L2 സെയിം ആണെങ്കിൽ ക്യാൻസൽ ചെയ്യാം. പക്ഷെ അത് എല്ലാ കേസസിലും എന്തല്ല, ക്യാൻസലായി പോവില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ.
അപ്പോൾ രണ്ട് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്ത് മനസ്സിലായല്ലോ. വൺ ഈസ് പി ഈക്വൽ ടു സിഗ്മ 1 A1 പ്ലസ് സിഗ്മ 2 A2ഉം സിഗ്മ 1/E1 ഈക്വൽ ടു സിഗ്മ 2/E2. ഈ രണ്ട് ഇക്വേഷനും അറിയാമെങ്കിൽ നമുക്ക് കോമ്പോസിറ്റ് സെക്ഷനിലുള്ള എല്ലാ പ്രോബ്ലവും ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നോക്കാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് തന്നെ. ഫസ്റ്റ് കണ്ടീഷൻ എങ്ങനെയാണ് എഴുതുന്നത്? DL1 ഈക്വൽ ടു DL2, P ഈക്വൽ ടു P1 പ്ലസ് P2. സെക്കൻഡ് ഇക്വേഷൻ സിഗ്മ 1/E1 ഈക്വൽ ടു സിഗ്മ 2/E2. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. See, a steel rod of 3 cm diameter is enclosed centrally in a hollow copper tube of external diameter 5 cm and internal diameter 4 cm. ഇവിടെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. അതായത് ഒരു സ്റ്റീൽ റോഡിന്റെ ഔട്ടർ കവറിങ്, നമ്മൾ ഈ തെർമോ ഫ്ലാസ്ക് ഒക്കെ കവർ ചെയ്യുമ്പോൾ സെൻട്രലിൽ ഒരു പൈപ്പ് ഉണ്ട്, അതിന്റെ ചുറ്റും ഒരു കോപ്പർ ട്യൂബ് ഉണ്ട്. അപ്പം ഇത് പൈപ്പ് അല്ല, ഇതൊരു ക്ലോസ്ഡ് സർഫസ് ആണ്. ഓക്കെ, ഔട്ട്സൈഡ് ഉള്ളത് എന്താണ്? ഒരു ഹോളോ ക്രോസ് സെക്ഷൻ. ക്ലിയർ? അതിന്റെ എക്സ്റ്റേണൽ ഡയമീറ്ററും ഇന്റേണൽ ഡയമീറ്ററും തന്നിട്ടുണ്ട് 5, 4, 3. അപ്പം കൺസ്ട്രക്ഷൻ ക്ലിയർ ആണ്. പിന്നെ എന്ത് പറയുന്നുണ്ട്? കോമ്പോസിറ്റ് ബാർ ഈസ് ദെൻ സബ്ജക്റ്റഡ് ടു ആൻ ആക്സിയൽ പുൾ ഓഫ് 45,000 ന്യൂട്ടൺ. അതായത് താഴോട്ട് ഇത് വലിക്കുന്നത് എത്ര ന്യൂട്ടൺ ആണ്? 45 ന്യൂട്ടൺ ലോഡ് വലിക്കുന്നുണ്ട്. ലെങ്ത് ഓഫ് ഈച്ച് ബാർ ഈസ് ഈക്വൽ ടു, എല്ലാത്തിന്റെ ലെങ്ത്, രണ്ടിന്റെ ലെങ്ത് 15 സെന്റിമീറ്റർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട സ്ട്രെസ് ഇൻ ദി റോഡ്, ഈ ഇൻസൈഡ് ഉള്ള റോഡിന്റെ സ്ട്രെസ് ഇൻ ദി ട്യൂബ്, ഔട്ട്സൈഡ് ഉള്ള സെക്ഷന്റെയും ട്യൂബ്. അതായത് ബേസിക്കലി സിഗ്മ ഓഫ് സ്റ്റീൽ റോഡും സിഗ്മ ഓഫ് കോപ്പർ ട്യൂബും ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ലോഡ് ക്യാരിഡ് ബൈ ഈച്ച്, പി എസും പി സിയും. ലോഡ് ക്യാരിഡ് ബൈ ദി സ്റ്റീൽ റോഡും കോപ്പർ ട്യൂബും ലോഡ് പി എസും പി സിയും കണ്ടുപിടിക്കുക. E4 സ്റ്റീൽ തന്നിട്ടുണ്ട്, E4 കോപ്പർ തന്നിട്ടുണ്ട്. ഓക്കെ, 2.5, 2.1ഉം 1.1 ഇൻറ്റു 10⁵5 ഇൻറ്റു 10⁵5 ന്യൂട്ടൺ പെർ mm². അപ്പോൾ ഇതിന്റെ നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഏരിയ. ഏരിയ ഓഫ് സ്റ്റീൽ റോഡ് എത്രയാണ്? അതൊരു കോൺസ്റ്റന്റ് പൈപ്പ് ആയിട്ട് π/4 d². ദാറ്റ് ഈസ് π/4 ഇൻറ്റു d എത്രയാണ്? 30 അല്ലേ? അപ്പോൾ 30². സോൾവ് ചെയ്യുമ്പോൾ നമുക്കിത് π/4 ഇൻറ്റു 30² എത്ര കിട്ടും? സോൾവ് ചെയ്ത് നോക്കുക. 706.86 mm² എന്ന് കിട്ടും. ഏത്? ഏരിയ ഓഫ് സ്റ്റീൽ റോഡ്. ഓക്കെ, ഏരിയ ഓഫ് കോപ്പർ ട്യൂബ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഇത് എന്ത് സംഗതിയാണ്? കോപ്പറിന്റെ ഒരു ഹോളോ സെക്ഷൻ ആണ്. നമ്മൾ ഇത് സ്റ്റീൽ റോഡ് കംപ്ലീറ്റ്ലി എന്താണ്? സോളിഡ് സെക്ഷനും ഹോളോ സെക്ഷൻ വരുമ്പോൾ ഇക്വേഷൻ π/4 ഇൻറ്റു d0² മൈനസ് എന്ത് വരും? di² അല്ലേ? ഇന്നർ ഏരിയ മൈനസ് ഔട്ടർ, അതായത് d0² മൈനസ് di². ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? ഹോളോ ആയതുകൊണ്ട്. ഔട്ടർ ഡയമീറ്റർ സ്ക്വയർ മൈനസ് ഇന്നർ ഡയമീറ്റർ സ്ക്വയർ. അപ്പൊ അതും എത്രയാണ്? ഇന്നർ ഡയമീറ്റർ 50ഉം 40. അപ്പൊ π/4 ഇൻറ്റു 50² മൈനസ് 40². സോൾവ് ചെയ്ത് നോക്കുക. ഇതും 706.86. നമ്പേഴ്സ് ഐഡന്റിക്കൽ ആണ് കേട്ടോ. രണ്ട് ഡിഫറെന്റ് ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. ബട്ട് ഐഡന്റിക്കലി രണ്ടിന്റെ ഏരിയ എന്തായിട്ട് വന്നു? സിമിലർ ആയിട്ട് വന്നു. π/4 30² 706 ആണ് ഏരിയ ഓഫ് കോപ്പർ. അതൊരു ഏതാ? ഹോളോ ക്രോസ് സെക്ഷന്റെയും രണ്ടിന്റെ ഏരിയ 706.86. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ബാക്കി നമുക്ക് നോക്കാം. സ്ട്രെസ്സസ് ഇൻ ദി റോഡ്, പിന്നെ എന്താണ്? ലോഡ് ക്യാരിഡ് ബൈ ഈച്ച് ബാർ. നമ്മൾ നേരത്തെ ഇക്വേഷൻ നമുക്ക് എഴുതാം. DL1 ഈക്വൽ ടു DL2 അല്ലേ? അസംഷൻ. പിന്നെ എന്താണ്? ടോട്ടൽ ലോഡ് P ഈക്വൽ ടു രണ്ടിനും പോവും, P1 പ്ലസ് P2. അപ്പൊ ഇത് വെച്ച് നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ ലോഡ് നമ്മൾ കൊടുക്കുന്ന എത്രയാണ് ഇവിടെ? 45,000. സോ 45,000 ഈക്വൽ ടു രണ്ട് പോകുന്നത് ഇൻസൈഡ്, 1 എന്ന് പറയുന്നത് സ്റ്റീലും 2 എന്ന് പറയുന്ന കോപ്പറും. അപ്പൊ സ്റ്റീൽ റോഡ് ഇൻറ്റു ഏരിയ ഓഫ് സ്റ്റീൽ പ്ലസ് P2 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഔട്ട്സൈഡ് ഉള്ള കോപ്പർ ട്യൂബ്. അപ്പൊ കോപ്പറിന്റെ സിഗ്മ ഇൻറ്റു ഏരിയ ഓഫ് കോപ്പർ. രണ്ടും ഏരിയ ഓഫ് സ്റ്റീലും ഏരിയ ഓഫ് കോപ്പറും ഈച്ച് ഈക്വൽ ടു 706. എത്രയായിരുന്നു കിട്ടിയത്? 86 mm². നമുക്ക് നേരത്തെ നമ്മൾ സോൾവ് ചെയ്ത് എടുത്തതാണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നമുക്കറിയാം. AS ഉം AC അറിയാം.
അപ്പോൾ ഇവിടെ രണ്ട് അൺനോൺ ഉണ്ട്. ഏതൊക്കെയാണ്? സിഗ്മ എക്സും സിഗ്മ സിയും. DL1 ഈക്വൽ ടു DL2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരുന്നു ഇക്വേഷൻ? സിഗ്മ എസ് ബൈ ഇ എസ്. നമ്മൾ ഡെറിവേഷനിൽ കണ്ടതാണ് സിഗ്മ സി ബൈ ഇ സി. അപ്പോൾ നമുക്ക് ഇവിടെ സിഗ്മ എസിന്റെ ടേംസിലാക്കാം. അപ്പോൾ ഇ എസ് മേളിലോട്ട് അങ്ങോട്ട് കൊണ്ടുപോകും, ഇവിടെ വരും. അപ്പോൾ ഇ എസ് ബൈ ഇ സി ഇൻറ്റു സിഗ്മ സി. ഇ എസ് എത്രയാണ്? സ്റ്റീല് 2.1 ഇൻറ്റു 10⁵ ഡിവൈഡ് ബൈ ഇ സി എത്രയാണ്? 1.1 ഇൻറ്റു 10⁵ ഇൻറ്റു സിഗ്മ കോപ്പർ എത്രയാണ്? കോപ്പറിന്റെ അൺനോൺ സിഗ്മ സി ആയിട്ട് തന്നെ ഇടുക. അപ്പോൾ സിഗ്മ എസ് നമുക്ക് എത്രയോ ഇൻ ടേംസ് ഓഫ് എന്തിൽ കിട്ടും? കോപ്പറിൽ കിട്ടും. ഇത് സോൾവ് ചെയ്യുമ്പോൾ 1.909 കിട്ടും ഇൻറ്റു സിഗ്മ സി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് റിലേഷൻ കിട്ടി, അതായത് സ്റ്റീൽ ഇൻ ടേംസ് ഓഫ് കോപ്പറിൽ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 45,000 ഈക്വൽ ടു, ഇൻസ്റ്റെഡ് ഓഫ് സിഗ്മ എസ് നമുക്ക് എന്ത് കൊടുക്കാം? 1.909 ഇൻറ്റു സിഗ്മ സി, ഇതിന് പകരം ഇൻറ്റു ബാക്കി സിമിലർ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ നമുക്ക് എഴുതാം. എന്ത്? ഇൻറ്റു എ എസ് പ്ലസ് സിഗ്മ സി ഇൻറ്റു എ സി. എ സി എ എസ് എത്ര? 706. അപ്പോൾ ഇതെല്ലാം എന്തിൻ്റെ അൺനോണിലായി? സിഗ്മ സി. അവിടെ നിന്ന് നമുക്ക് സിഗ്മ സി ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സിഗ്മ സി നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 21.88 ന്യൂട്ടൺ പെർ mm² എന്ന് കിട്ടും. സിഗ്മ എസ് എന്ന് പറയുന്നത് എത്രയാണ്? 1.909 ഇൻറ്റു സിഗ്മ സി. ഈ വാല്യൂവിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 1.09. അപ്പോൾ നമുക്ക് 41.77 ന്യൂട്ടൺ പെർ mm² എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് സിഗ്മ സിയും സിഗ്മ എസും കിട്ടി. ഇനി പി സി എങ്ങനെ കണ്ടുപിടിക്കും? ഈ 41 പി എസ് എന്ന് പറയുന്നത് 41 സ്റ്റീലിൻ്റെ 41.77 ഇൻറ്റു എത്ര വരും? 706.86, which will be equal to 29,525.5 ന്യൂട്ടൺ. അപ്പോൾ പി സി എങ്ങനെ കണ്ടുപിടിക്കും? സിമ്പിൾ, ടോട്ടൽ ലോഡ് 45,000 അല്ലേ, അപ്പോൾ പി എസ് കിട്ടി. 45,000 ഇനി 29 മൈനസ് ചെയ്യുക, അപ്പം 21,000, സോറി എത്ര കിട്ടും നമുക്ക്? 45 അല്ലേ, 45 എന്ന് പറയുമ്പോൾ ഏകദേശം 15,000 സംതിങ് വരും. 15,475.5 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മുടെ പി എസും പി സിയും കണ്ടുപിടിക്കുന്നത്. പി എസും പി സിയും കണ്ടുപിടിക്കാനായിട്ട് കിട്ടിയതിന് ജസ്റ്റ് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇതുപോലെയാണ് നമ്മൾ അനാലിസിസ് ഓഫ് കോമ്പോസിറ്റ് സെക്ഷൻസ് ചെയ്യുന്നത്. അടുത്ത നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്. യൂണിവേഴ്സിറ്റിക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതുമാണ് തെർമൽ സ്ട്രെസ്സസ്. ഓക്കെ, സോ തെർമൽ സ്ട്രെസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമുക്കറിയാം, എനി മെറ്റലോ നമ്മുടെ കോൺക്രീറ്റോ അങ്ങനെ എന്ത് സാധനമാണെങ്കിലും നമ്മൾ ടെമ്പറേച്ചർ കൂടുതൽ കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഇരിക്കുന്ന ടെമ്പറേച്ചറിൽ നിന്ന് അഡീഷണൽ ആയിട്ട് കുറച്ച് അധികം ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ, അതായത് T1ഉം T2ഉം. T1 എന്ന് പറയുന്നത് എന്ത് ടെമ്പറേച്ചർ? ഇപ്പോൾ ഇരിക്കുന്ന ടെമ്പറേച്ചർ. സപ്പോസ് ഒരു 30 ഡിഗ്രി, അത് നമ്മൾ T2 ഒരു 90 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഡെൽറ്റ ടി ഉണ്ടായി 60 ഡിഗ്രിയുടെ. അപ്പോൾ ബേസ്ഡ് ഓൺ ദിസ് ഡിഫറൻസ് ഇൻ ഹീറ്റ് അവിടെ ഒരു എക്സ്പാൻഷൻ ഉണ്ടാവും, ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടാവും. അങ്ങനെ ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടാവുന്ന ഡ്യൂ ടു തെർമൽ ഡിഫറൻസ്, ടെമ്പറേച്ചർ ഡിഫറൻസ്. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ലെങ്തിനെയാണ് ആൽഫ ഇൻറ്റു ടി ഇൻറ്റു എൽ അതിൻ്റെ ഇക്വേഷൻ. വേറെ ആൽഫ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. അത് ഓരോ മെറ്റീരിയലിനും ഡിഫറെൻ്റ് ആയിരിക്കും കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? പെർ ഡിഗ്രി പെർ മീറ്റർ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പെർ ഡിഗ്രി, സോറി ആൽഫയുടെ ഇത് പെർ ഡിഗ്രി സെൽഷ്യസ് എന്നാണ് അതിൻ്റെ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്തിൻ്റെ യൂണിറ്റ് എന്ത് കിട്ടും? പെർ ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു ഡിഗ്രി സെൽഷ്യസ്. ബിക്കോസ് ടി എന്ന് പറയുന്നത് എന്താണ്? ടി ഈസ് ഡെൽറ്റ ടി, നത്തിങ് ബട്ട് ഡെൽറ്റ ടി. ദാറ്റ് ഈസ് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് എന്താണ്? ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ പെർ ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു ഡിഗ്രി സെൽഷ്യസ് എന്താവും? യൂണിറ്റ് ലെസ് ആവും.
പിന്നെ ഇൻറ്റു ലെങ്തും കൂടെ ചെയ്യുമ്പോൾ ഡി എല്ലിൻ്റെ യൂണിറ്റും എന്ത് തന്നെ ആയിരിക്കും, എല്ലിൻ്റെ യൂണിറ്റിനെ ബേസ് ചെയ്തിരിക്കും. ക്ലിയർ? അപ്പം ഡയമെൻഷൻ ഓഫ് ഡി എൽ എങ്ങനെ കിട്ടുന്നു, ഓരോന്നിൻ്റെ യൂണിറ്റ് ക്ലിയർ ആയിരിക്കുക. ഓക്കെ, അപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് ഡ്യൂ ടു തെർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഇക്വേഷനേ ഉള്ളൂ, ഇത് കാണാതെ അറിഞ്ഞിരിക്കുക, ആൽഫ ഇൻറ്റു ടി ഇൻറ്റു എൽ. അപ്പം ചേഞ്ച് ഇൻ ലെങ്ത് എന്തിനൊക്കെ പ്രൊപ്പോർഷണൽ ആണ്? കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഡി എൽ കൂടും, ടെമ്പറേച്ചർ കൂടുതൽ കൊടുക്കുന്നതിനനുസരിച്ച്, ടെമ്പറേച്ചർ ഡിഫറൻസ് അവിടെ ഉണ്ടാകുന്നതിനനുസരിച്ചും ചേഞ്ച് ഇൻ ലെങ്ത് കൂടും. സോ വൺസ് നമുക്ക് ഡി എൽ കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് തെർമൽ സ്ട്രെയിൻ? ഡി എൽ ബൈ എൽ, തെർമൽ സ്ട്രെയിൻ ഈ ടി എന്ന് കൊടുക്കാം ക്ലിയർ ആവാനായിട്ട്. നോർമൽ സ്ട്രെയിൻ അല്ല, തെർമൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡി എൽ ബൈ എൽ ആൽഫ ഇൻറ്റു ടി ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എൽ. അപ്പൊ എന്ത് കിട്ടും? ആൽഫ ഇൻറ്റു ടി. ഓക്കെ, അപ്പൊ ഇനി സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കും? സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ഇ ഇൻറ്റു ക്യാപിറ്റൽ ഇ, സ്മോൾ ഇ ഇൻറ്റു ക്യാപിറ്റൽ ഇ. അപ്പം സ്മോൾ ഇ എന്ന് പറയുന്നത് ഇ ടി ആണ്, സിഗ്മ ടി. തെർമൽ സ്ട്രെസ് എന്ന് പറയുന്നത് തെർമൽ സ്ട്രെയിൻ ഇൻറ്റു ഇ. അപ്പൊ എങ്ങനെ വരും? ആൽഫ ഇൻറ്റു ടി ഇൻറ്റു ഇ. വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. തെർമൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ കണ്ടന്റ്, തെർമൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ടി ഇൻറ്റു ഇ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഫോർമുലയാണ് ആൽഫ ഇൻറ്റു ടി ഇൻറ്റു ഇ. ഒറ്റ സിംഗിൾ ഫോർമുല which is called the thermal stress, which is എന്താണ്? ആൽഫ ഇൻറ്റു ടി ഇൻറ്റു ഇ. അതിലെ കോമ്പോണൻസ് എല്ലാം നിങ്ങൾ ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. ഓക്കെ, തെർമൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ വെൻ സപ്പോർട്ട് ഈൽഡ്. ഇതിനെ ബേസ് ചെയ്ത് ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. ഗേറ്റ് പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഈ തെർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞ ട്രിക്കി ക്വസ്റ്റ്യൻ ചോദിക്കും. സപ്പോസ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നു, നമ്മുടെ മേളിൽ ഒരു ഷീൽഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സൺഷെയ്ഡ് ഉണ്ട്. അപ്പോൾ ഒരു സൺഷെയ്ഡ് നമുക്ക് മേളിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എണീക്കാൻ നോക്കുമ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പൊങ്ങാൻ പറ്റുമോ? നമ്മൾ പൊങ്ങുമ്പോൾ ഇതിൽ തട്ടും. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വെച്ച് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് നമ്മൾ എണീക്കാൻ നോക്കുമ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത്? സ്ട്രെസ് ഉണ്ടാകുന്നത്. റൈറ്റ്? നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എണീക്കാൻ നോക്കുമ്പോൾ എന്തുണ്ടാവും? സ്ട്രെസ് ഉണ്ടാവും. ഇഫ് നമ്മൾ ഫ്രീ ടു മൂവ് ആണെങ്കിൽ സ്ട്രെസ് ഉണ്ടോ? ഇല്ല, നമുക്ക് ചുമ്മാ എണീക്കാൻ ഇരിക്കാം. ഇതുപോലെയാണ് തെർമൽ സ്ട്രെസ് ഉണ്ടാകുന്നത്. ഇഫ് എ ബോഡി ഈസ് ഫ്രീ ടു മൂവ് അല്ലെങ്കിൽ എക്സ്പാൻഡ് ടു മൂവ് ഇൻ എനി ഡയറക്ഷൻ, അവിടെ സ്ട്രെസ് ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ ഇത് സ്ഥിരമായിട്ട് ഗേറ്റിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സാധനമുണ്ട്, അത് വെറുതെ ഇരിക്കുന്നു, അതിനെ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ടെമ്പറേച്ചർ അങ്ങനെ കൂട്ടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് എന്താണ്? കണ്ടീഷൻ ഈസ് ഇറ്റ് ഈസ് ഫ്രീ ടു എക്സ്പാൻഡ്. അപ്പം ഫ്രീ ടു എക്സ്പാൻഡ് ആണെങ്കിൽ അവർ ABCD ഓപ്ഷൻ എങ്ങനെ തരും? ആൽഫ ടി, ബി ആൽഫ ടി ഇ, സി ആൽഫ ടി ബൈ ഇ, ഡി 0. അപ്പൊ ഈ ഓപ്ഷൻ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും നമ്മൾ പഠിച്ച ഫോർമുല നമുക്ക് ഉപയോഗിക്കാൻ ഭയങ്കര ഒരു ഇങ്ങനെ ഒരു വ്യഗ്രതയായിട്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? ആൽഫ ഇൻറ്റു ടി ഇൻറ്റു ഇ, തെർമൽ സ്ട്രെസ് നമ്മൾ നേരത്തെ കണ്ടത്. പക്ഷെ ഇവിടെ നമ്മൾ ആ ഫ്രീ ടു എക്സ്പാൻഡ് ഒക്കെ അങ്ങ് മറക്കും. നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷനിൽ സംഗതിയുണ്ട് ആൽഫ ടി, ആൻസർ മാർക്ക് ചെയ്യും, പക്ഷെ തെറ്റാ. ആൻസർ ഈസ് എന്താണ്? 0. ബിക്കോസ് ഫ്രീ ടു എക്സ്പാൻഡ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? തെർമൽ സ്ട്രെസ് ഉണ്ടാവില്ല. വിച്ച് ഈസ് ദ ബേസിസ് ഫോർ വെൻ സപ്പോർട്ട് ഈൽഡ്. സപ്പോർട്ട് ഈൽഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്, ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, പക്ഷെ ആ സപ്പോർട്ടിന് കുറച്ചൊന്ന് മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ സപ്പോർട്ട് അങ്ങനെ കുറച്ച് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കുറയും? നമുക്ക് കംപ്ലീറ്റ് വരുന്ന ചേഞ്ച് ഇൻ ലെങ്തിനും സ്ട്രെസ് ഉണ്ടാവില്ല. ആദ്യത്തെ ഇനീഷ്യൽ ചേഞ്ച് ഇൻ ലെങ്ത് അണ്ടിൽ ദ സപ്പോർട്ട് ദാറ്റ് ക്യാൻ ഈൽഡ്, അത്രയും ഒരു ഗ്യാപ്പിന് നമുക്ക് സ്ട്രെസ് ഇല്ല. ബാക്കി അത് പൊങ്ങാൻ നോക്കുന്നതിനായിരിക്കും സ്ട്രെസ് ഉണ്ടാകുന്നത്. കൺഫ്യൂഷൻ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പ്രോബ്ലം നോക്കുമ്പോൾ ഇത് ക്ലിയർ ആവും. അപ്പോൾ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. അതായത് ഇതാണ് ഇനിഷ്യൽ ഹൈറ്റ്. ഓക്കെ, നമുക്കൊരു സപ്പോർട്ട് ഇവിടെയുണ്ട്. ഈ സപ്പോർട്ട് ഈൽഡ് ചെയ്യാൻ പറ്റും. ഈ സപ്പോർട്ട് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഇതിന് പൊങ്ങാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തുണ്ടാവും? ഒരു സ്ട്രെസ് ഉണ്ടാവും. പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ക്യാൻ ഈൽഡ്. ഈൽഡ് മീൻസ് ഇറ്റ് ക്യാൻ മൂവ് അപ് ടു എ സർട്ടൻ ഡിസ്റ്റൻസ്. അപ്പൊ ഇത്രയും മൂവ് ചെയ്യുന്നവരെ അതിനെ എന്ത് ചെയ്യാം? സപ്പോർട്ടിനൊന്ന് അനങ്ങി കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട് അവിടെ, ഇത്രയൊരു ഡിസ്റ്റൻസ്.
ഓക്കെ. പക്ഷെ ഇത് പൊങ്ങാൻ പോകുന്ന ഡിസ്റ്റൻസ്, സപ്പോസ് ഇത് ഈ മെറ്റീരിയൽ ഇത്രയും പൊങ്ങും, ഇത്രയും പൊങ്ങുന്നുണ്ടെങ്കിൽ ഇതാണ് ടോട്ടൽ. ഇനിഷ്യലി ഇരുന്ന ഇത്രയാണ് ചേഞ്ച് ഇൻ ലെങ്ത്. ഞാൻ എക്സാജറേറ്റ് ചെയ്ത് വരയ്ക്കുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ ഇത്രയും ഡി എൽ ഉണ്ടെങ്കിൽ ഇതിന് ഈൽഡ് ചെയ്യാൻ പറ്റുന്ന ഇത്രയും ഡിസ്റ്റൻസിനെ ഡെൽറ്റ എന്ന് പറയുവാണെങ്കിൽ ഈ ഡി എൽ മൈനസ് ഡെൽറ്റയ്ക്കാണ് എന്തുണ്ടാകുന്നത്? സ്ട്രെസ് ഉണ്ടാകുന്നത്. ഡി എൽ മൈനസ് ഡെൽറ്റയ്ക്ക് നമുക്ക് എന്തുണ്ടാവുകയുള്ളൂ? സ്ട്രെസ് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അത്രയും ചേഞ്ച് ഇൻ ലെങ്തിനാണ് നമുക്ക് പറയുന്ന തെർമൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ. ഇതാണ് എന്ത് കണ്ടീഷൻ? വെൻ സപ്പോർട്ട് ഈൽഡ്. അതിന്റെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഓക്കെ. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ സ്റ്റീൽ റോഡ് ഓഫ് 3 സെന്റിമീറ്റർ ഡയമീറ്റർ ആൻഡ് 5 മീറ്റർ ലോങ്. 3 സെന്റിമീറ്റർ ഡയമീറ്ററും 5 മീറ്റർ ലോങ്ങും അല്ലേ? 3 സെന്റിമീറ്റർ ഇൻ ഡയമീറ്ററും 5 മീറ്റർ ലോങ്ങും ആയിട്ടുള്ള ഒരു സിലിണ്ടർ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഫിക്സ്ഡ് ബിറ്റ്വീൻ 2 ഗ്രിപ്സ്. 2 ഗ്രിപ്പിനിടയിലാണ് ഇതിനെ പിടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെയും ഗ്രിപ്പ് ഉണ്ട്. ഓക്കെ. സോ the road is maintained at a temperature of 95 degree. ഇത് ഇനിഷ്യലി ഇരിക്കുന്ന 95 ഡിഗ്രി സെൽഷ്യസ് ആണ്. Determine the stress and pull exerted when the temperature falls to 30 degree. അതായത് 95 നിന്ന് നമ്മൾ അതിന്റെ ടെമ്പറേച്ചർ കുറച്ച് 65 ഡിഗ്രീസ് കുറച്ച് 30 ഡിഗ്രിയിലോട്ട് ആക്കുന്നു. അപ്പൊ ടി എന്ന് പറയുന്നത് എത്രയാണ്? ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ വിച്ച് ഇസ് 65 ഡിഗ്രി സെൽഷ്യസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട സ്ട്രെസ്സും പുൾ എക്സേർട്ടഡ്. സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മയും പുൾ എക്സേർട്ടഡ് പിയും. അപ്പം അത് രണ്ട് കേസിൽ കണ്ടുപിടിക്കണം. വെൻ എൻസ് ഡു നോട്ട് ഈൽഡും എൻസ് ഈൽഡ് ബൈ 0.12 സെന്റിമീറ്റർ. ഇയും തന്നിട്ടുണ്ട്, ആൽഫയും തന്നിട്ടുണ്ട്. ഇവിടെ ഇ തന്നിരിക്കുന്നുണ്ടോ? ഇവിടുത്തെ മെയിൻ കൺസെപ്റ്റ് ഞാൻ അത് പറഞ്ഞു തരാം. ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ ഉള്ള ഈ ക്വസ്റ്റ്യൻസിലെല്ലാം ഈ തരുമ്പോൾ അവർ മെഗാ പാസ്കലിൽ തരും. കണ്ടോ, ഇവിടെ മെഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് അറിഞ്ഞിരിക്കുക. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഈ സെയിം ആസ് മെഗാ പാസ്കൽ. അപ്പോൾ ഒരു മെഗാ പാസ്കൽ എന്ന് പറയുന്നത് എത്ര ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ്? ഇവിടെ മെഗാ പാസ്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഓർ മെഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 10⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലേ? ഈ മീറ്ററിനെ നമ്മൾ മില്ലിമീറ്ററിലാക്കാൻ, ഒരു മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 mm ആണ്. അപ്പൊ 10⁶ ന്യൂട്ടൺ പെർ എങ്ങനെ എഴുതാം? 10⁶ mm സ്ക്വയർ. 10⁶ ക്യാൻസൽ ആയിട്ട് നമുക്ക് അത് എന്ത് തന്നെ കിട്ടും? ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക, എന്താണ് മെഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് സെയിം ആസ് എന്താണ്? ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ്. നമ്മൾ അതിൽ പ്രത്യേകിച്ച് കൺവേർഷൻ ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. മെഗാ പാസ്കൽ എന്ന് തരും. മെഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് മിക്കവാറും ക്വസ്റ്റ്യന് തരില്ല. കൂടുതൽ ചാൻസ് എന്തെന്ന് തരാനാണ്? മെഗാ പാസ്കൽ എന്ന് തരാനാണ് ചാൻസ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഗിവൻ ഡേറ്റ ഒക്കെ എഴുതി. നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ എൻസ് ഡു നോട്ട് ഈൽഡ്. ഡു നോട്ട് ഈൽഡ് ആണെങ്കിൽ വളരെ എളുപ്പമാണ്, നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യാം. സ്ട്രെസ്, തെർമൽ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്താണ്? ആൽഫ ഇൻറ്റു ടി ഇൻറ്റു ഇ അല്ലേ? ആൽഫ എത്രയാണ്? 12 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു ടി എത്രയാണ്? 65 ഇൻറ്റു ഇയുടെ വാല്യൂ എത്ര? 2 ഇൻറ്റു 10⁵. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 156 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ. ഇതാണ് നമ്മുടെ തെർമൽ സ്ട്രെസ് വെൻ സപ്പോർട്ട്സ് ഡു നോട്ട് ഈൽഡ്. ലോഡ് എങ്ങനെ കണ്ടുപിടിക്കും? പി 156 ഇൻറ്റു ഏരിയ. ഏരിയ ഓഫ് ദി സെക്ഷൻ എത്ര കിട്ടും? ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? π/4 ഇൻറ്റു 3 സെന്റിമീറ്റർ 30 സ്ക്വയർ വിച്ച് ഈസ് 225 പൈ. നമ്മൾ നേരത്തെ കണ്ട അതേ വാല്യൂ തന്നെ. ഇൻറ്റു 156 ഇൻറ്റു 225 ഇൻറ്റു പൈ. സോ ആൻസർ 110,269.9 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. അതായത് എൻഡ് ഡു നോട്ട് ഈൽഡ്, എൻഡ് മാറി കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കും. രണ്ട് പോർഷൻ ആണ് നമുക്ക് ഇതിൽ കണ്ടുപിടിച്ചത്. ഏതൊക്കെയാണ്? തെർമൽ സ്ട്രെസ്സും ലോഡ്. തെർമൽ സ്ട്രെസ് ഇക്വേഷൻ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത് ആൽഫ ഇൻറ്റു ടി ഇൻറ്റു ഇ, മറ്റേത് ഇൻറ്റു ഏരിയ കൂടെ ചെയ്യുക. ഓക്കെ.
ഇനി രണ്ടാമത്തെ കേസ്, അതേ പ്രോബ്ലത്തിൽ സെക്കൻഡ് കേസിൽ എന്ത് പറയുന്നു? ഈൽഡ് ബൈ, ഞാൻ പറഞ്ഞു. അപ്പം നമ്മുടെ ബൗണ്ടറി എന്ത് ചെയ്യുന്നു? കുറച്ചൊന്ന് ഈൽഡ് ചെയ്ത് കൊടുക്കുന്നു. ബൈ എത്രയാണ്? 0.12. അപ്പൊ നമ്മൾ ആദ്യം ഡി എൽ ഇതിനകത്ത് കണ്ടുപിടിക്കുമ്പോൾ ഡി എൽ എങ്ങനെയാണ് കിട്ടുന്നത്? ആൽഫ ഇൻറ്റു ടി ഇൻറ്റു എൽ, ടോട്ടൽ ഉണ്ടാകുന്ന ഇലോങ്ങേഷൻ ആൽഫ ഇൻറ്റു ടി ഇൻറ്റു എൽ മൈനസ് എന്ത് ചെയ്യണം? 0.12. അപ്പൊ തെർമൽ സ്ട്രെയിൻ ഇതെങ്ങനെ വരും? ആൽഫ എത്രയാണ്? 12 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു ടി എത്രയായിരുന്നു? 65 ഇൻറ്റു 2 ഇൻറ്റു 10⁻5. സോറി, ഇ അല്ലല്ലോ, നമുക്ക് എന്താണ് എൽ എത്രയാണ്? ഇനീഷ്യൽ ലെങ്ത് ക്വസ്റ്റ്യൻ തന്നിരുന്നത് 5000 അല്ലേ? സോ ഇൻറ്റു ടി എത്രയാണ്? ടെമ്പറേച്ചർ 65 ഇൻറ്റു എൽ എത്ര? നമുക്ക് ഇനീഷ്യൽ ലെങ്ത് 5 മീറ്റർ എന്ന് തന്നിട്ടുണ്ടായിരുന്നു. സോ 5000 മൈനസ് 0.12. 0.12 എന്ന് പറയുന്നത് നമ്മളിവിടെ ലെങ്ത് എന്തിലാണ് എടുത്തത്? ലെങ്ത് എന്തിലെടുത്തിട്ടുണ്ട്? ഇത് മില്ലിമീറ്ററിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ 0.12നെ മില്ലിമീറ്ററിലോട്ട് ആക്കണം. അപ്പൊ എന്ത് കിട്ടും? 1.2 mm ഇൻറ്റു 10 അല്ലേ? അപ്പോൾ 1.2. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഇത്രയും 3.9 മൈനസ് 1.2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2.7 mm എന്ന് കിട്ടും. അപ്പോ ഇനി നമ്മൾ ഇവിടെ തെർമൽ സ്ട്രെസ് എങ്ങനെ കണ്ടുപിടിക്കും? ഇ ടി ഇൻറ്റു ക്യാപിറ്റൽ ഇ. ഇ ടി എന്ന് പറയുന്ന തെർമൽ സ്ട്രെയിൻ എന്തായിരുന്നു? ഡി എൽ ബൈ എൽ ഇൻറ്റു ക്യാപിറ്റൽ ഇ. ഡി എൽ എത്ര? 2.7 ഡിവൈഡഡ് ബൈ 5000 അല്ലേ? ടോട്ടൽ ലെങ്ത് ഇൻറ്റു ഇ എത്ര? 2 ഇൻറ്റു 10⁻5. അപ്പോൾ സോൾവിങ് ഇത് നമുക്ക് 108 Nm² എന്ന് കിട്ടും. പിന്നെ ഇവിടെ നമുക്ക് പി ലോഡ് എങ്ങനെ കണ്ടുപിടിക്കും? സ്പുള്ള് ഈ 108 ഇൻറ്റു 225 ഇൻറ്റു പൈ സോൾവ് ചെയ്യുമ്പോൾ 76,340.7 ന്യൂട്ടൺ എന്ന് കിട്ടും. ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിലാണ്, അതായത് ഒന്ന് നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ നമുക്ക് എന്ത് ഈൽഡ് ചെയ്യുവാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു രീതിയിൽ വേണം ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. ഓക്കെ, സോ ഇനി നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് തെർമൽ സ്ട്രെസ് ഇൻ കോമ്പോസിറ്റ് സെക്ഷൻസ് ആണ്. അപ്പോൾ കോമ്പോസിറ്റ് സെക്ഷൻ്റെ പ്രോബ്ലവും ഇൻ ഡീറ്റെയിൽഡ് നമ്മുടെ ആപ്പിലുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യാം. ആദ്യം നമുക്ക് ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. തെർമൽ സ്ട്രെസ് നമ്മളിപ്പോൾ ഏതിൽ കണ്ടു? നമ്മുടെ ഈ പറയുന്ന ഒരു സിംഗിൾ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടു. അപ്പം രണ്ട് ഡിഫറെൻറ്റ് മെറ്റീരിയൽ നമ്മൾ ഇതുപോലെ വയ്ക്കുന്നു. ഇതിൻ്റെ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പലർക്കും കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഇത് വൺ മെറ്റീരിയൽ. ഓക്കെ, ഇനി നമുക്കൊരു സെക്കൻഡ് മെറ്റീരിയൽ എടുക്കാം. ഈ സെക്കൻഡ് മെറ്റീരിയൽ ഇത്രയും ഇരിക്കുന്നു, രണ്ടും അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ഇരിക്കുന്നു. ക്ലിയർ? ഇതിനെ രണ്ടിനെ നമ്മൾ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് മെറ്റീരിയൽ ഇത്രയും എൻലാർജ് ആയി. ഓക്കെ, സെക്കൻഡ് മെറ്റീരിയൽ ഇത്രയും എൻലാർജ് ആയി. മനസ്സിലായോ? അപ്പൊ രണ്ടിനും രണ്ട് ആൽഫ വാല്യൂ ആണ്. ഇത് ആൽഫ 1, ഇത് ആൽഫ 2. ഇതിൽ നമുക്ക് എന്ത് പറയാം? ആൽഫ 1 ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ 2. വെരി സിമ്പിൾ ഐഡിയ. തെർമൽ എക്സ്പാൻഷൻ കോൺസ്റ്റന്റിനെ ബേസ് ചെയ്താണ് ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടാകുന്നത്. രണ്ടിനും സെയിം ഹൈറ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ രണ്ടിന്റെ ആൽഫ 1 ആൽഫ 2 നമുക്ക് സെയിം ആണെന്ന് പറയാം. ബിക്കോസ് ബോത്ത് ആർ ഹീറ്റഡ് ടു സെയിം ടെമ്പറേച്ചർ ഡിഫറൻസ്. രണ്ടിനും നമ്മൾ ഒരേപോലെയാണ് ഹീറ്റ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് രണ്ടിന്റെ ആൽഫ എന്തായേ പറ്റൂ? ഡിഫറെന്റ് ആയതുകൊണ്ടാണ് ഡിഫറെന്റ് എലോങ്ങേഷൻ കിട്ടുന്നത്. ഈ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സിമ്പിൾ ഇക്വേഷൻ dl1 ഈക്വൽ ടു ആൽഫ 1 ഇൻറ്റു t1 ഇൻറ്റു l1. dl2 എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? ആൽഫ 2 ഇൻറ്റു t2 ഇൻറ്റു l2. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് രണ്ട് സെക്ഷൻസിലും നമ്മൾ ചേഞ്ച് ഇൻ ലെങ്തിന്റെ ഇക്വേഷൻ നോക്കിയതാണ്. ഇനി വാട്ട് ഇഫ് നമ്മൾ ഇതിനെ രണ്ടിനെ ഒട്ടിച്ചു വെച്ചു? അതാണ് നമ്മൾ ഇവിടെ പഠിക്കേണ്ട സംഗതി. അതായത് 1ഉം 2ഉം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുന്നതിനെ എടുത്ത്
ഒരുമിച്ച് വെച്ചു. അപ്പോൾ 1 ഇവിടെ ഇരിക്കുന്നു, 2 ഇവിടെ ഇരിക്കുന്നു. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ചാവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? 1ന് ഇത്രയും ഹൈറ്റ് പൊങ്ങണമായിരുന്നു, പക്ഷെ 1ന് ആര് സമ്മതിച്ചില്ല ഹൈറ്റിലോട്ട് പോവാൻ? 2 സമ്മതിക്കില്ല. അപ്പൊ ഇത് രണ്ടും കൂടെ കോംപ്രമൈസ് ചെയ്ത് ഒരു ആവറേജ് ഹൈറ്റിലോട്ട് വരും. ക്ലിയർ? ഓക്കെ. അപ്പം ഇത് 1ഉം 2ഉം കൂടെ ഒരു കോംപ്രമൈസ്ഡ് ഹൈറ്റിലോട്ട് വന്നു. 1ന് ഇത്രയും പോകണമായിരുന്നു, 2ന് ഇത്രയും വന്നാൽ മതി. പക്ഷെ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്തു? ഒരു ആവറേജ് ഹൈറ്റിലോട്ട് 1ഉം 2ഉം വന്നു. ക്ലിയർ ആണോ കൺസെപ്റ്റ്? അതായത് രണ്ടും ഒരു കോമൺ ഹൈറ്റിലോട്ട് വന്ന് സോൾവ് ചെയ്തു. അതായത് 1ന് നമുക്ക് എന്ത് പറയാം? 1 ഇത്രയും പൊങ്ങണമായിരുന്നു, അതിനെന്തുകൊണ്ടായി? ആര് ഇൻഡ്യൂസ് ചെയ്തു? ഒരു കംപ്രഷൻ ഇൻഡ്യൂസ് ചെയ്തു. ആര്? 2 ഒരു കംപ്രഷൻ 1ലോട്ട് ഇൻഡ്യൂസ് ചെയ്ത് അതിനെ കുറച്ചു. അങ്ങനെയാണ് ഇവിടെ വന്ന് നിന്നത്. ആൻഡ് 2ന് കുറച്ചൊന്ന് കൂടിയാൽ മതിയായിരുന്നു, പക്ഷെ അതിനെ ആര് പൊക്കിക്കൊണ്ടുവന്നു? 1 ഇൻഡ്യൂസ് ചെയ്ത് പൊക്കിക്കൊണ്ടുവന്നു. അപ്പൊ ഇതിന് എന്തുണ്ടായി? ടെൻഷൻ. അപ്പൊ 1ന് കംപ്രഷനും 2ന് എന്തുണ്ടായി? ടെൻഷനും. 2നെ പൊക്കിക്കൊണ്ടുവന്നു, 2ന് ടെൻഷൻ ഉണ്ടായി, 1ന് കംപ്രഷനും ഉണ്ടായി. ക്ലിയർ ആണോ ഇത്രയും? അതായത് കോമ്പോസിറ്റ് സെക്ഷൻ വന്നപ്പോ രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ച് വെച്ചപ്പോ 1ന് എന്തുണ്ടായി? 2 കാരണം അതിന്റെ ഹൈറ്റ് കുറച്ചു, അതിനെ കംപ്രസ് ചെയ്യിപ്പിച്ചു. സെക്കൻഡിന് ഹൈറ്റ് കൂടണമായിരുന്നു, പക്ഷെ 1 അതിനെയും കൂടെ കുറച്ച് ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ, 1 ഇൻഡ്യൂസ് ചെയ്ത് അതിനെ പൊക്കിക്കൊണ്ടുവന്നു. അപ്പൊ അതിനെന്തുണ്ടായി? ടെൻഷൻ ഉണ്ടായി. അപ്പം ആൽഫ 2 കൂടിയതിന് എന്തുണ്ടായി? കംപ്രഷനും. ആൽഫ കുറഞ്ഞതിന് എന്തുണ്ടായി? ടെൻഷനും. ഇതാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ട ഏറ്റവും വലിയ കൺസെപ്റ്റ്. അതായത് കോമ്പോസിറ്റ് സെക്ഷനിൽ ആൽഫ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തരാൻ പോകുന്ന ഇൻപുട്ട് ഡേറ്റ എന്ന് പറയുന്നത് ആൽഫ വാല്യൂ ആണ്. അപ്പൊ ആൽഫ നമ്മൾ രണ്ട് ഡിഫറെന്റ് കോമ്പോസിറ്റ്സിന്റെ നോക്കിയിട്ട് ആൽഫ കുറഞ്ഞതിന് എന്തുണ്ടാവും? ടെൻഷൻ ഉണ്ടാവും. ആൽഫ കൂടിയതിന് എന്തുണ്ടാവും? കംപ്രഷൻ ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ രണ്ടിന്റെ കോമ്പോസിറ്റ് സെക്ഷന്റെ ഈ ഫിഗർ കണ്ടോ? ബ്രാസും ഉണ്ട് സ്റ്റീലും ഉണ്ട്. നമ്മൾ ബ്രാസും വെച്ചിട്ടുണ്ട്, ഏതും വെച്ചിട്ടുണ്ട്? സ്റ്റീലും ഓൾട്ടർനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് ഈ ബ്രാസും സ്റ്റീലിലും ഇപ്പൊ നമുക്ക് ആൽഫ വാല്യൂ ഏതിനായിരിക്കും കൂടുതലെന്ന് നമുക്ക് കമ്പയർ ചെയ്ത് പറയാൻ പറ്റുമോ? അതായത് ബ്രാസിന് ഇപ്പൊ നമ്മൾ ഇത് കാണുന്ന സമയത്ത് ബ്രാസും സ്റ്റീലും എല്ലാം ഒരേ ഹൈറ്റിൽ ഇരിക്കുന്നു. ഹീറ്റ് കൊടുത്ത സമയത്ത് ബ്രാസിന് ഹൈറ്റ് കൂടി, സ്റ്റീലിന് ഹൈറ്റ് കുറവായിരുന്നു. പക്ഷെ ഇതിന്റെ ആവറേജ് ഹൈറ്റ് രണ്ടിനും ഒരുപോലെ വന്നത് ഏതായിരുന്നു? ബ്രാസിന്റെ ഹൈറ്റ് കുറഞ്ഞു, സ്റ്റീലിന് ഹൈറ്റ് കൂടി. സോ തെർമൽ എക്സ്പാൻഷൻ ഓഫ് ബ്രാസ് ഈസ് ഹയർ ദാൻ സ്റ്റീൽ. ബട്ട് നമുക്ക് ഇത് തെർമലിന്റെ ആവറേജ് സെക്ഷൻ വന്ന സമയത്ത് എന്ത് സംഭവിച്ചു? രണ്ടിനും കൂടെ ഒരു സ്മോൾ സിമിലർ ഹൈറ്റിലോട്ട് വന്നു. DL1 രണ്ടിനും ഈക്വൽ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം? DL1 ഈക്വൽ ടു DL2 വന്നു. അപ്പൊ DL1 ശരിക്ക് ഇത്രയും ഡിഫറൻസ് നമ്മൾ എങ്ങനെയായിരുന്നു എടുത്തിരുന്നത്? ആൽഫ 1 ഇൻറ്റു T1 ഇൻറ്റു L1. അതിനെ പക്ഷെ കംപ്രസ് ചെയ്യിപ്പിച്ചു, കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്തു. കംപ്രസീവ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത്. DL ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചത് PL/AE. കംപ്രഷനോ ടെൻഷനോ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് വന്ന ഇക്വേഷൻ എന്തായിരുന്നു? PL/AE. ആ P/Aനെ നമുക്ക് എന്ത് പറയാം? സിഗ്മ ഇൻറ്റു L/E അല്ലേ? അപ്പം ഇവിടെ നമുക്ക് എങ്ങനെ പറയാം? ഇതിന് കംപ്രഷൻ വന്നതുകൊണ്ട് ഇത് ഏതാണ്? ചേഞ്ച് ഇൻ ലെങ്ത് കംപ്രഷൻ ആണ്, അപ്പൊ മൈനസ് ആണ്. മൈനസ് സിഗ്മ 1 ഇൻറ്റു L1/E1. ഓക്കെ. സിഗ്മ ഇൻറ്റു L/E വിൽ ബി ഈക്വൽ ടു, ഇത് ആരാണ്? നമ്മുടെ സ്റ്റീല് ബ്രാസിന് ഇൻഡ്യൂസ് ചെയ്ത കംപ്രഷൻ ആണ്, അതുകൊണ്ടാണ് നെഗറ്റീവ് വന്നത്. ഇനി സ്റ്റീലിന് എത്ര ഹൈറ്റ് വെക്കണമായിരുന്നു? കുറച്ച് ഹൈറ്റേ ഉള്ളൂ. ആൽഫ T2 ഇൻറ്റു T2 ഇൻറ്റു L2 അല്ലേ? T2 ഇൻറ്റു L2 ഹൈറ്റ് വന്നാൽ മതിയായിരുന്നു. പക്ഷെ അതിനെന്ത് സംഭവിച്ചു? ഡ്യൂ ടു ദി എന്താണ് ടെൻഷൻ ഇൻഡ്യൂസ്ഡ് ബൈ ഏതാണ്? ബ്രാസ്.
അപ്പോൾ ഇവിടെ പ്ലസ് എന്ത് വരും? ഒരു ടെൻഷൻ വന്നു. ടെൻഷന്റെ ഇക്വേഷൻ എന്താണ്? സിഗ്മ 2 ഇൻറ്റു L2 ബൈ E2. ഓക്കെ, അപ്പം DL1 ഈക്വൽ ടു DL2. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഏത് അനലൈസ് ചെയ്യുമ്പോൾ, തെർമൽ സ്ട്രെസ് ഇൻ കോമ്പോസിറ്റ് സെക്ഷൻസ് അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഇക്വേഷൻ DL1, രണ്ടും സെയിം ഹൈറ്റിലോ എത്തുന്നത് കൊണ്ട് രണ്ടിന്റെ എന്താണ് ചേഞ്ച് ഇൻ ലെങ്ത് നമുക്ക് ഈക്വൽ ആണെന്ന് പറയാം. DL1 ഈക്വൽ ടു DL2. അപ്പൊ ആൽഫ 1 ഇൻറ്റു T1 ഇൻറ്റു L1 മൈനസ് ഏതാണ്? ബ്രാസ് അല്ലേ? ബ്രാസ് ആണ് 1, സ്റ്റീൽ ആണ് 2. ഓക്കെ, അപ്പൊ ഇതിൽ ലെങ്ത് എല്ലാം സെയിം ആണെങ്കിൽ ലെങ്ത് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് ഇക്വേഷൻ എങ്ങനെ കിട്ടും? ആൽഫ 1 T1 മൈനസ് സിഗ്മ 1 ബൈ E1 ഈക്വൽ ടു ആൽഫ 2 ഇൻറ്റു T2 പ്ലസ് സിഗ്മ 2 ബൈ E2. ഇക്വേഷൻ 1. ഇനി ഇക്വേഷൻ 1ൽ എത്ര അൺനോൺ ഉണ്ട്? നമുക്ക് ആൽഫ 1 അറിയാം, ഇവിടെ T1 അറിയാം, E1 അറിയാം, E2 അറിയാം. എഗെയിൻ നമുക്ക് സിഗ്മ 1ഉം സിഗ്മ 2ഉം ഇവിടെ അൺനോൺ ആണ്. ഓക്കെ, അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? ഒരു ഇക്വേഷന് രണ്ട് അൺനോണും. എഗെയിൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. വി നീഡ് വൺ മോർ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ കോമ്പോസിറ്റ് സെക്ഷൻസിൽ അനാലിസിസ് പഠിച്ചപ്പോൾ രണ്ട് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തായിരുന്നു. P ഈക്വൽ ടു P1 പ്ലസ് P2ഉം അവിടെ നമ്മൾ DL1 ഈക്വൽ ടു DL2 ആയിട്ട് എടുത്തു. അവിടെ P ഈക്വൽ ടു P1 പ്ലസ് P2 എന്ന് എടുത്തു. ഇവിടെ നമ്മൾ എടുക്കേണ്ടത് P1 ഈക്വൽ ടു P2 ആണ്. ഇവിടെ P1 ഈക്വൽ ടു P2. രണ്ടിനും സ്ട്രെസ് എന്തായിരിക്കും? ലോഡ്, രണ്ടിന്റെ ആക്ട് ചെയ്യുന്ന ലോഡ് സെയിം ആയിട്ട് ഇവിടെ എടുക്കാം. അപ്പൊ ഇവിടുത്തെ രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെ കിട്ടും? സിഗ്മ 1 A1 ഈക്വൽ ടു സിഗ്മ 2 A2. സോ ഇപ്പൊ നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും എന്തറിയാമെങ്കിൽ, ഏരിയ അറിയാമെങ്കിൽ, A1ഉം A2 അറിയാമെങ്കിൽ നമുക്ക് നേരത്തെ സിഗ്മ 1 ബൈ E1 ഈക്വൽ ടു സിഗ്മ 2 ബൈ E2 എടുത്തതുപോലെ ഇവിടെ സിഗ്മ 1 ഇൻ ടേംസ് ഓഫ് എന്തിൽ എഴുതാം? സിഗ്മ 2ൽ എഴുതിയിട്ട് ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ 1ഉം സിഗ്മ 2ഉം കണ്ടുപിടിക്കാം. വിച്ച് ഈസ് ദി ഏതാണ്? സ്ട്രെസ്സസ് ഇൻഡ്യൂസ്ഡ് ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. അതായത് തെർമൽ സ്ട്രെസ് അത് ആ സെക്ഷനിൽ ആക്ട് ചെയ്യുന്നത്, ടെമ്പറേച്ചർ എഫക്ട്സ് കാരണം ഉണ്ടാവുന്ന സ്ട്രെസ്സസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ എങ്ങനെയാണ് ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഒരു കോമ്പോസിറ്റ് സെക്ഷനിൽ സ്ട്രെസ് ഉണ്ടായെന്ന് മനസ്സിലായ കാര്യം? രണ്ട് ഡിഫറെന്റ് മെറ്റീരിയൽ ആണെങ്കിൽ രണ്ടിന് രണ്ട് ഡിഫറെന്റ് ഗ്രോത്ത് റേറ്റ് ആയിരിക്കും. അപ്പോൾ കൂടിയതിനെ മറ്റേത് എന്ത് ചെയ്യും? കുറയ്ക്കും. കുറഞ്ഞതിന് മറ്റേത് വലിക്കും. അപ്പൊ കുറഞ്ഞതിന് ടെൻഷൻ ഉണ്ടാവും, കൂടിയതിന് എന്തുണ്ടാവും? കംപ്രഷൻ ഉണ്ടാവും. ഈ രണ്ടെണ്ണമാണ് നമ്മൾ തെർമൽ സ്ട്രെസ്സിൽ മെയിൻ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതിന്റെ പ്രോബ്ലം, ഒരു പ്രോബ്ലം യൂണിവേഴ്സിറ്റിക്ക് എന്തായാലും ഈ ഒരു സെക്ഷനിൽ നിന്ന് ഉണ്ടാവും. അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇട്ടിരിക്കുന്നത്. ഇതേ സെയിം പ്രോബ്ലം നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സോ നെക്സ്റ്റ് ക്ലാസ്സിന് വരുന്നതിന് മുന്നേ നമുക്ക് ഇതൊന്ന് ആദ്യം നോക്കി, നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്ത് നോക്കുക, ആൻസർ കിട്ടും. ആൻസർ കിട്ടുന്നില്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ബുക്ക് നോക്കുക, നമ്മുടെ ആപ്പ് ഒന്ന് നോക്കുക. ആപ്പിൽ ഇത് ഫുള്ളി സോൾവ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്, ചാപ്റ്റർ 1. ചാപ്റ്റർ 1ൽ എൻറ്റയർ തിങ് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഏതൊരു ഇക്വേഷൻ ആണ്? DL ഈസ് ഈക്വൽ ടു PL ബൈ AE. ഒരൊറ്റ സിംഗിൾ ഇക്വേഷനിൽ നിന്നാണ് ഈ എൻറ്റയർ തിങ് നമ്മൾ സോൾവ് ചെയ്ത് പഠിക്കുന്നത്. അപ്പൊ ഇത് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ 1 തീർന്നു. തുടക്കത്തിൽ പറഞ്ഞ നമുക്ക് 3 ചാപ്റ്റർ ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഈ ചാപ്റ്റർ 1 ഉണ്ട്. സെക്കൻഡ് ചാപ്റ്റർ എന്താണ്? എലാസ്റ്റിക് കോൺസ്റ്റൻസ്. എലാസ്റ്റിക് കോൺസ്റ്റൻസിൽ നമ്മൾ എന്താണ് കൂടുതൽ കാണുന്നത്? നമ്മൾ ഇപ്പൊ കണ്ടതെല്ലാം ഒരു മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് നമ്മൾ ഈ ചെയ്തപ്പോൾ എല്ലാം കണ്ടു. ഇനി സെക്കൻഡ് ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് റിജിഡിറ്റി വരും, പോയ്സൺസ് റേഷ്യോ വരും, ബൾക്ക് മോഡുലസ് വരും, വോളിമെട്രിക് സ്ട്രെയിൻ വരും. ഇതിന്റെ എല്ലാത്തിന്റെ റിലേഷൻസ് ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെക്കൻഡ് ചാപ്റ്ററിൽ കാണുന്നത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതുപോലെ പഠിക്കണം ഓരോ ടോപ്പിക്കായിട്ട്. ദെൻ സ്ട്രെയിൻ എനർജി. സ്ട്രെയിൻ എനർജി ഇപ്പം നമ്മൾ പഠിച്ചത് ഏത് ടോപ്പിക്കാണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്ട്രെയിൻ എനർജി. ആക്ച്വലി ഈ സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ കാണാം, സെക്കൻഡ് മൊഡ്യൂളിൽ കാണാം, തേർഡ് മൊഡ്യൂളിലും കാണാം, ഫോർത്ത് മൊഡ്യൂളിലും കാണാം. അപ്പോൾ സ്ട്രെയിൻ എനർജി ഓരോ സംഗതിയിലും ഉള്ള അവിടെ പഠിക്കുന്നു. ഇതെല്ലാം കൂടെ അവസാനം പഠിച്ചാലും മതി. സ്ട്രെയിൻ എനർജി ഒരു ചാപ്റ്റർ ആയിട്ട് പഠിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ നോക്കേണ്ടത്. സോ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് എലാസ്റ്റിക് കോൺസ്റ്റൻസിന്റെ റിവ്യൂ ചെയ്യാം. ഈ ടോപ്പിക്സിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ഇട്ടാൽ മതി, നമുക്കത് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.
spin.